അപ്പം നമ്മളെന്താണ് കുറ്റം പറയാൻ പാടില്ല. നമ്മളെല്ലാം പഠിച്ചിട്ട് വേണം കുറ്റം പറയാൻ. കണ്ട സുഡാപ്പികളൊക്കെ നമുക്ക് വാട്സപ്പിൽ കൂടെ ഇങ്ങനെയൊക്കെ അയച്ചു തരും. പക്ഷേങ്കിൽ നമ്മൾ പഠിച്ചിട്ട് വേണം പറയാൻ. വെരി ഗുഡ്. അപ്പം പോട്ടെ താത്ത. അസ്സലാമു അലൈക്കും. ഒരു താത്ത വന്ന് ചാടിയിട്ടുണ്ട്, നോക്കാം. ഈ ന്യൂസ് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. കേരളത്തിൽ BJP ജയിക്കുകയാണെങ്കിൽ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഭവനമില്ലാത്തവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ BJP ഭരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഇതേ നോക്കിക്കേ, വീടില്ലാത്തവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർക്കൊന്നും വീട് വെച്ച് കൊടുക്കാതെ ഈ BJP കേരളത്തിലെ ജനങ്ങൾക്ക് വീട് വെച്ച് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ വാ, ഒരു കാര്യം പറയട്ടെ. താത്ത അങ്ങനെ പോവല്ലേ. അതായത് താത്ത പറഞ്ഞ ഈ നാടുകളൊക്കെ BJP ഭരിക്കുന്നത്. അത് നിശ്ചിത സമയമായിട്ടുള്ള BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 2011 ഇവിടെ സെൻസസ് എടുക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വീടില്ലാത്തവരുടെ ഒരു കണക്കുണ്ടായിരുന്നു. അതിൽ താത്തയുടെ പട്ടികയിലുള്ള അല്ലെങ്കിൽ താത്ത കാണിച്ച പട്ടികയിലുള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മഹാരാഷ്ട്ര ആയിക്കോട്ടെ. മഹാരാഷ്ട്രയിൽ BJP കൂട്ടുകക്ഷിയായിരുന്നു ആദ്യം. 2ാം പ്രാവശ്യമാണ് ഒറ്റക്കക്ഷിയായത്. അതായത് ഇപ്രാവശ്യം അവിടുത്തെ ഒരു 2011 സെൻസസാണ് ഈ കാണിക്കുന്നത്. അവിടെ എത്ര വീടുകൾ വെച്ചു കൊടുത്തു എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കണ്ടേ? നോക്കണം. മനസ്സിലായില്ലേ? ഇതാര് ഭരിച്ചിട്ടാ? BJP ഭരിച്ചിട്ട് അല്ലേ? അപ്പം അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല കേട്ടാ. അങ്ങനെ തന്നെ ആവണം. ഇനി അടുത്ത കുട്ടി പറഞ്ഞ സ്ഥലം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ BJP സ്ഥിരം ഭരണമുള്ള പ്രദേശമാണോ? അല്ല. അവിടെ മാറി കേരളത്തിലെ കോൺഗ്രസ് CPM എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവിടെ. അവിടെ 2011 സെൻസസ് പ്രകാരം എത്ര വീടുകൾ കൊടുക്കാണ്ടായിരുന്നു? ഇത്ര വീടുകളുണ്ടായിരുന്നു. ഇപ്പം അവിടെ എത്ര ആൾക്ക് വീട് കൊടുക്കാനുണ്ട്? ഇത്ര വീടേ കൊടുക്കാനുള്ളൂ. ഇനി തെറ്റിക്കരുത് കേട്ടോ താത്ത, ഇനി തെറ്റിക്കരുത്. ഇനി താത്ത പറഞ്ഞ അടുത്ത സ്ഥലം കൂടി നമുക്ക് പിടിക്കാം. ആന്ധ്രാപ്രദേശ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? അല്ല. പിന്നെ അവിടെ കൂട്ടുകക്ഷിയാണ്. അടുത്ത മുഖ്യമന്ത്രി BJPക്കാരനാണോ? അല്ല. മനസ്സിലായി താത്ത, മനസ്സിലാക്കണം കേട്ടോ. അവിടെ എന്താ സ്ഥിതി? 2011 സെൻസസ് പ്രകാരം എത്ര വീട് കൊടുക്കാണ്ടായിരുന്നു? എത്ര കുടുംബങ്ങൾ കൊടുക്കാണ്ടായിരുന്നു? ഇത്രയുണ്ടായിരുന്നു അല്ലേ? ഇപ്പം അവിടെ എത്ര കുടുംബം കൊടുക്കാനുണ്ട്? ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ആരാ കൊടുക്കണത്? കേന്ദ്ര സർക്കാരാണ്. അത് തന്നെ കേന്ദ്ര. വെരി ഗുഡ്. താത്ത പഠിച്ചു. മിടിക്കാണ്. പെട്ടെന്ന് പഠിക്കും കുട്ടിയിട്ടാണ്. UPക്ക് പോവാം നമുക്ക്. ഭയങ്കര രസമാണ് യുപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? കുറ്റം പറയണ മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലാതെ പറഞ്ഞുതരാം കേട്ടോ. UPയിൽ 2011 സെൻസസ് പ്രകാരം, അതായത് BJP ഭരണത്തിന് കയറുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എത്ര പേർക്കാണ് വീടില്ലാതിരുന്നത് എന്നുള്ളൊരു കണക്കാണ് ഈ കാണിക്കുന്നത്. അതിൽ നിന്നും ഇന്ന് നിൽക്കുമ്പോൾ, ഈ ദിവസം നിൽക്കുമ്പോൾ എത്ര വീടുകൾ കൂടി ബാക്കിയുണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ BJP ഭരണം എങ്ങനെയാണ് ദുഷ്കരമാകുന്നത്? ഇപ്പം എൻ്റെ കണക്ക് നിങ്ങൾ കണ്ടില്ലേ? അപ്പം എങ്ങനെയാണ് UP? പറ. സൂപ്പർ. അങ്ങനെ പറയണം കേട്ടോ. നല്ല കുട്ടിയാ, പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇനി ശതമാനക്കണക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സംസ്ഥാനം, അതായത് താത്തക്കുട്ടി പറഞ്ഞ ഓരോ സംസ്ഥാനം നമുക്കൊന്ന് നോക്കാം. വീടില്ലാത്തവരുടെ ശതമാനം കണ്ടില്ലേ? ഇനി നമുക്ക് ജനസംഖ്യയുടെ കൂടി ഒന്ന് നോക്കിയാലോ? നോക്കണ്ടേ? എല്ലാം കുറ്റം പറഞ്ഞാൽ പോരല്ലോ, എല്ലാം പഠിക്കണ്ടേ? വെരി ഗുഡ്. നോക്കോ, ജനസംഖ്യയാണത് കേട്ടാ. കേരളം എത്ര കോടി ജനങ്ങളാ മോളെ? ഉത്തർപ്രദേശിൽ എത്ര കോടി ജനങ്ങളാ മോളെ? അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളുടെയും എണ്ണം എടുത്ത് നോക്കിയാണ് മോള് അല്ലേ? അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ വളരെ കുറവാണ്. ആണല്ലേ? അല്ല മോളെ? ആണ്. അപ്പോൾ വീടില്ലാത്ത ആളുകളുടെ എണ്ണവും കുറയും. വെരി ഗുഡ്. അപ്പോൾ UPയിൽ എത്ര കോടി ജനങ്ങളുണ്ട് മോളെ? 25 കോടി ജനങ്ങൾ. ആരെ പറഞ്ഞു കുട്ടിക്ക് അറിയാം? അടിക്കും ഞാൻ. അവൾക്ക് എല്ലാം അറിയാം. 25 കോടി ജനങ്ങൾ.
അപ്പോൾ അവിടെ എന്താവും? സ്വാഭാവികമായിട്ടും വീടില്ലാത്തവരുടെ ശതമാനം കൂടും. 25 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം, അവിടെ ലോ ആൻഡ് ഓർഡർ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാം, വികസനം മുതൽ ഇതുപോലെ ഗൃഹങ്ങൾ, ബാത്റൂമുകൾ, ഞാൻ പറഞ്ഞില്ലേ ഈ നോർത്തിലൊക്കെ പോയ കോൺഗ്രസ് ഭരിച്ച ഈ സംസ്ഥാനങ്ങളിലൊന്നും മാന്യമായിട്ട് സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല. പറമ്പുകളിൽ, റോഡ് സൈഡുകളിലൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം നരേന്ദ്രമോദി എടുത്ത ഒരു തീരുമാനമാണ്. എല്ലാ വീടുകളിലും ടോയ്ലറ്റ്. എത്ര വലിയൊരു കാഴ്ചപ്പാടായിരുന്നു അതെന്ന് പറയാം. നമുക്ക് കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാത്റൂം ഇത്ര വലിയ ഒരു കാര്യമാണോ എന്ന് തോന്നിപ്പോകും. കാരണം വീടിൻ്റെ ഉള്ളിൽ 3-4 ബാത്റൂം ഉണ്ട്. എല്ലാവരും ഗൾഫിൽ ജോലി എടുക്കുന്ന ആളുകൾ മാന്യമായിട്ട് വീട് വയ്ക്കുന്നു, 3-4 ബാത്റൂം ഉണ്ടാക്കുന്നു. പക്ഷേ നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറേ 10-65 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചിട്ട് ആ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് ബാത്റൂം പോകാനോ ഒന്നിനും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി എന്ത് ചെയ്തത്? ഈ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം എല്ലാ കുടുംബങ്ങളിലും ഈ പറയുന്ന പോലെ ബാത്റൂം കെട്ടിക്കൊടുക്കുക, മറയിലിരുന്നു കൊണ്ട് അവർ കാര്യങ്ങൾ സാധിക്കട്ടെ എന്ന്. എന്നാൽ ചില ഏരിയകളിൽ ഇനിയും എത്താനുണ്ട്. 100% ഉറപ്പാണ്. എല്ലാം പൂർണ്ണമായി എന്നല്ല പറയുന്നത്. ഇതൊരു ചെറിയ നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് എന്തോ ഓളാണെന്നാണ് ഞാൻ പറയാം. ഇന്നും ഇത് കെട്ടിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ പതിവ് പോലെ തന്നെ പറമ്പിലും റോഡ് സൈഡിലും കാര്യം സാധിച്ചിരുന്നതിന് ഇവർ അവിടെ നിന്നും ഇവരെ പിടിച്ച് ഈ ബാത്റൂമിൽ കൊണ്ടിരുത്തി കാര്യം സാധിപ്പിച്ച് ഈ പറഞ്ഞ നരേന്ദ്രമോദിയാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ആളുകൾക്ക് ബാത്റൂം കെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? ആണോ? നിങ്ങൾ ഒരു ബാത്റൂം കെട്ടാൻ എത്ര പൈസ വേണം? ഏതൊരു മനുഷ്യനും ഒരു കക്കൂസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഒരു 2 കൊല്ലം കൊണ്ടെങ്കിലും എങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അത് ചെയ്യാതിരുന്നത് എന്താണ്? അവരുടെ സംസ്കാരം അങ്ങനെ ആക്കി മാറ്റി അവരെ ഒരു നല്ല ഒരു ജീവിത രീതിയിലോട്ട് കൊണ്ടുവരണമെന്ന് അവിടെ ഭരിച്ചവർ ആരും തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ നരേന്ദ്രമോദിയാണ് എൻ്റെ പെങ്ങന്മാരാണ് ഈ പറമ്പിലും മറ്റൊരു കാണുന്ന രീതിയിൽ അവിടെ ഇരുന്ന് കാര്യം സഹായിക്കുന്നത്. ഇത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല, മറ്റു രാജ്യക്കാരൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ രാവിലെ ഈ കാഴ്ചയല്ലേ കാണുന്നത്, ഇത് ശരിയല്ലല്ലോ എന്നുള്ള തോന്നലിൽ നിന്നാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ബാത്റൂം കെട്ടിക്കൊടുക്കാൻ പോയത്. ഇതിൻ്റെയൊക്കെ കാരണക്കാർ നമ്മളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെയൊക്കെ പെട്രോൾ ഉൽപ്പന്നം നിന്ന് വാങ്ങിയ ആ പൈസ തന്നെ ഇതിനു കൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചതും. അതുപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, എന്തോരം പദ്ധതികൾ. എന്നാലും ചില താത്തമാർ പറയുകയാണ് ഈ BJP ഭരണം ശരിയല്ല, BJP വന്നാൽ വീട് കിട്ടില്ല. ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയിട്ടുള്ള ഒരു വലിയ പാർട്ടിയാണ് BJP. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നരേന്ദ്രമോദി ചെയ്ത പോലുള്ള ഒരു പരിപാടിയും ഒരു രാഷ്ട്രീയക്കാരും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി 5 വർഷം തികക്കില്ല. ആളുകൾക്കിടയിലോട്ട് ഇദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലാണ് അദ്ദേഹത്തിന് വീണ്ടും 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 പ്രധാനമന്ത്രിയാക്കുന്നത്. കേരളത്തിലിരുന്നു കൊണ്ട് കുറേ കോവർ കഴുതകൾ ഇരുന്ന് മൂങ്ങുക എന്നല്ലാതെ ഇവരുടെയൊക്കെ ഉപഭോക്താക്കൾ ഈ നോർത്ത് സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് നോർത്ത് സൈഡിലാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങളിൽ അത് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കണ്ടിറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന അമ്മമാർ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് കുത്തുമോ എന്ന് കരുതുന്നുണ്ട് നിങ്ങൾ? അപ്പോൾ വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വലിയൊരു സ്വപ്നമാണ്. അദ്ദേഹം അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഇനി കോൺഗ്രസ് ഭരിച്ചാൽ പോലും ചാത്തുകെട്ട് പണിയെടുക്കാണ്ട് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ താരതമ്യം ചെയ്താലും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ആളുകൾ എന്ത് ചെയ്യും? ഇല്ല, BJP ഭരണമായിരുന്നു നല്ലത്, ഞങ്ങൾക്കത് മതി എന്ന് പറയും. കോൺഗ്രസ് അപ്പാടെ നശിക്കും. നോക്കിക്കോ, അത്രയധികം കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ വന്ദേ ഭാരത് പോലുള്ള സർവീസുകൾ, ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്ക് നിങ്ങൾ. അപ്പം നമ്മളെന്താണ്? കുറ്റം പറയാൻ പാടില്ല. നമ്മളെല്ലാം പഠിച്ചിട്ട് വേണം കുറ്റം പറയാൻ. കണ്ട സുഡാപ്പികളൊക്കെ നമുക്ക് വാട്സപ്പിൽ കൂടെ ഇങ്ങനെയൊക്കെ അയച്ചു തരും. പക്ഷേങ്കിൽ നമ്മൾ പഠിച്ചിട്ട് വേണം പറയാൻ. വെരി ഗുഡ്. അപ്പം പോട്ടെ താത്ത. അസ്സലാമു അലൈക്കും.